ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഞാനിപ്പോൾ വന്നത്, ഞാനിന്നൊരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റി കണ്ടു. ഓഫ്, ഞാൻ അടുത്ത നിമിഷം ആലോചിച്ചു, കാണേണ്ടിയിരുന്നില്ല തള്ളയെ എന്ന്. വേറൊന്നുമല്ല, എന്താ കുട്ടികളൊന്നും ആയില്ലേ? 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ദിസ് വാസ് ഹർ ഫസ്റ്റ് റിയാക്ഷൻ. ആൻഡ് ടു ദറ്റ് ആൻറ്റി എന്നോട് പറഞ്ഞൊരു കാര്യം, പ്രായമൊക്കെ ആയി വരുന്ന കാരണവന്മാരല്ലേ മോളെ, നേരത്തെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊഞ്ചിച്ചിട്ട് പോവാലോ. അവരെന്തിനാ ഇപ്പോൾ കുട്ടികളെ കൊഞ്ചിച്ചിട്ട് പോണേ? അല്ല, അവരെവിടെയാണ് പോണേ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഹേ ആൻറ്റി, കാരണവന്മാർക്ക് കൊഞ്ചിക്കാനാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തക്കുടുകളുള്ളത്. എൻ്റെ വീട്ടിൽ 2 തക്കുടുവും, ഇച്ചാൻ്റെ വീട്ടിൽ 2 തക്കുടുവുമാണുള്ളത്. ഈ തക്കുടുകളെ തന്നെ അവർ സ്നേഹിച്ചും കൊഞ്ചിച്ചും പണ്ടാരടങ്ങിയിരിക്കുക. ഇനി അവർക്ക് സ്നേഹിക്കാൻ ഞങ്ങളൊരു തക്കുടുവിനെ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി തരുമോ ചിലവിന്? ഇല്ല. എനിക്കറിയാത്തൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്? കണ്ടോ, ചിരിച്ചു, സുഖാണ് സുഖാണ്, അത് ചോദിച്ചങ്ങോട്ട് പോയാൽ പോരെ. പറയുന്ന കേട്ടാത്ത നീ തള്ളയെ ഇനി പ്രസവിക്കാൻ പോണത്. ഞാനല്ലേ പ്രസവിക്കാൻ പോണത്? ഞാൻ തീരുമാനിക്കും എപ്പോൾ പ്രസവിക്കണം എപ്പോൾ പ്രസവിക്കേണ്ടത്. ചിലപ്പോൾ എനിക്ക് പ്രസവിക്കാൻ തോന്നില്ല, ഞാൻ പ്രസവിക്കില്ല എന്ന് വെച്ച് ഞാനൊരു സ്ത്രീ അല്ലാതാവോ? ഒയ്യ്, എൻ്റെ പഠിത്തത്തിന് എൻ്റെ കാശ് ചിലവാകണില്ല, തികണില്ല. ഞാൻ തന്നെ ഒരു വൻ ചിലവാണെന്നാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ്. ആദ്യം അതെൻ്റെ അച്ഛനായിരുന്നു പറഞ്ഞു, ഇപ്പം എൻ്റെ കിട്ടിയവനെ പറയും, നിന്നെ കൊണ്ട് ഞാൻ താങ്ങുന്നില്ല യേശോന്ന്. പിന്നെ എൻ്റെ കുട്ടിക്കളി മാറിയിട്ട് മതി ഒരു കുട്ടി എന്നാണ് ഇച്ചാൻ്റെ തീരുമാനം, എന്നെ തീരുമാനം. ഇത് ചോദിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിനക്കൊന്നും നാണില്ലേ? ലേശം ഉളുപ്പ്, ഒരു ഇച്ചിരി ഉളുപ്പ്. സോ പത്തറ്റിക്. എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ പോക്ക്? എനിക്കറിയില്ല, നിനക്കറിയാം.